friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ള ചോക്ലേറ്റ് ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നമ്മളിത് വലിയ കാര്യമൊന്നുമില്ല ഇത് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. വളരെ എളുപ്പത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇത് കാണുന്ന പോലെ തന്നെയാണ്, കഴിക്കാൻ നല്ല സ്വാദാണ്. നമുക്കറിയാം ചോക്ലേറ്റ് ആണ്, അത് നല്ല സ്വാദ് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഉടനെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. നമ്മളിന്ന് വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ 1/2 കപ്പിൻ്റെ ഒരു കണക്കിലാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് 1/2 കപ്പ് വെളിച്ചെണ്ണ ഞാൻ ആ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. സാധാരണ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് കൊക്കോ ബട്ടർ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അത് കിട്ടാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി 1/2 കപ്പ് വെളിച്ചെണ്ണയോടൊപ്പം ഞാൻ ചേർക്കുന്നത് 1/2 കപ്പോളം ഉള്ള കൊക്കോ പൗഡറാണ്. അത് മേടിക്കാൻ കിട്ടും പുറത്തുനിന്ന്. ഇപ്പം എല്ലാ ബേക്കറികളിലോ അല്ലെങ്കിൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലോ ഒക്കെ ഇപ്പോൾ കൊക്കോ പൗഡർ എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ അതും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു കൊക്കോ പൗഡറെല്ലാം ഈ ഒരു വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ ഒന്ന് അലിയട്ടെ. അപ്പം ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ കൊക്കോ ബട്ടറാണ് സാധാരണ ചോക്ലേറ്റിന് ഉണ്ടാക്കാൻ ഉപയോഗിക്കുക. നമുക്ക് നാട്ടിലത് കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ടുള്ളത് കൊണ്ടാണ് നമുക്കിത് നമ്മൾ വെളിച്ചെണ്ണ വെച്ച് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ഡാൽഡ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം. ഡാൽഡ ഒട്ടും ഹെൽത്തി അല്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ വെളിച്ചെണ്ണ എടുത്തത് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണോളം കാപ്പിപ്പൊടി, എന്ത് കാപ്പിപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ കാപ്പിപ്പൊടി നമ്മൾ ഇടുന്നത് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ ഭയങ്കര ഒരു കുത്ത് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു 2 നുള്ള് ഉപ്പും ചേർക്കുന്നുണ്ട്. അത് ഈ ഒരു കൊക്കോ പൗഡറിൻ്റെയും എൻ്റെ ഒക്കെ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് മുന്നേ നിൽക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം ഇത്ര ഇൻഗ്രീഡിയൻസ് ഇതിന് മെയിൻ ആയിട്ടുള്ളൂ. ഇനി നമുക്കൊരു മധുരത്തിനൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കണം. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട്, അതുപോലെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഒരു ഇച്ചിരി കാപ്പിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ കണ്ടോ, ഇത് നല്ലതുപോലെ ഇങ്ങനെ വെള്ളം പോലെ നമ്മളതൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നിങ്ങൾ പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് പൊടിച്ച പഞ്ചസാര ഒരു 1/2 കപ്പോളം ഇപ്പം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ തേനാണ് ചേർക്കുന്നത് അതിന് പകരം. ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വാനില എസൻസ് ആണ്. നിങ്ങൾ വാനില എസൻസ് ഒരു 1/2 അല്ലെങ്കിൽ 3/4 ടീസ്പൂണോളം ഒരു വാനില എസൻസും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് പൊടിച്ച പഞ്ചസാര മാത്രം ചേർക്കുക. മുഴുവനോടെ ചേർത്ത് കഴിഞ്ഞാൽ അത് അലിഞ്ഞ് വരത്തില്ല പെട്ടെന്ന്, അതുമല്ല ഭയങ്കര ഡാർക്കായി പോവും. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര അല്ല ചേർക്കുന്ന തേനാണ്. തേൻ ചേർക്കുന്നത് കൊണ്ട് ഞാൻ ഏറ്റവും ലാസ്റ്റാണ് തേൻ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് നല്ലതുപോലെ ഇതിനകത്തുള്ള കൊക്കോ പൗഡറൊക്കെ നല്ലതുപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തു. എന്നിട്ട് ഇതിനകത്തോട്ട് ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഞാൻ തേനാണ് ചേർക്കുന്നത്. തേൻ ഒരു 4-5 ടേബിൾ സ്പൂണോളം തേൻ ചേർക്കാം കേട്ടോ. അപ്പോൾ തേനാകുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചേർത്തത്. നിങ്ങൾക്ക് തേനിന് പകരം ഞാൻ പറഞ്ഞ പോലെ പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാൻ തേനും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ തേൻ ചേർക്കുമ്പോൾ ഒരിക്കലും നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പം അല്ലെങ്കിൽ ഫ്ലെയിം ഓൺ ചെയ്തുകൊണ്ട് നമ്മൾ ആ പാത്രത്തിലോട്ട് തേൻ ചേർത്ത് ഇളക്കരുത്. അങ്ങനെ ചേർത്ത് ഇളക്കുമ്പോൾ തേൻ വിഷമെന്നാണ് പറയുക. അതുകൊണ്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തേൻ ചേർത്തത് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റിൻ്റെ മിക്സ്ചർ നല്ലതുപോലെ മിക്സ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം. ഇനി നോക്കിക്കേ, ഞാനിവിടെ ഇങ്ങനത്തെ ഒരു ട്രേ ആണ്. ഇതൊരു ഐസ് ട്രേ തന്നെയാണ്. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ ഓരോ ഐസ് ട്രേക്കകത്തോട്ടും നമ്മൾ നമ്മൾ ഈ ചോക്ലേറ്റിൻ്റെ ആ ഒരു സിറപ്പ് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ട്രേ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സാധാരണ ട്രേ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ട്രേ എടുക്കാം. ഇതൊരു സിലിക്കൺ ട്രേ ആണ്. ഇനിയിപ്പോൾ അങ്ങനത്തെ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ട്രേ എടുക്കാം. ഇനി ആ ട്രേയും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഒരു പാത്രത്തിൽ നമുക്ക് ഇതുപോലെ ഒഴിച്ച് വെച്ച് ഫ്രിഡ്ജിനകത്താണെങ്കിൽ എടുത്ത് വെക്കാം കേട്ടോ. അങ്ങനെ ഐസ് ട്രേ തന്നെ വേണമെന്നില്ല, സാധാരണ പാത്രത്തിലാണെങ്കിൽ നമുക്ക് ഒഴിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാനിവിടെ ട്രേയിലാണ് എടുക്കുന്നത്. ട്രേയിൽ ഞാനതൊന്ന് ഒഴിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ ട്രേയിലൊക്കെ ഒഴിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 20 മിനിറ്റോളം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ, അതായത് ഇത് സെറ്റ് ആവുന്നത് വരെ ഒന്ന് വെച്ചിട്ട് വരാം.
ഇതാപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല ഗ്ലേസിങ് ആണ്, നല്ലൊരു എന്താ പറയുക തിളക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് എന്തായാലും ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി നോക്കാം. നമുക്കതുപോലെ ആ ട്രെയിൽ ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നട്ട്സ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഈ ഉണക്കമുന്തിരി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ നടുക്കിൽ ഒരു ഉണക്കമുന്തിരി വെച്ചിട്ട് ബാക്കി ട്രെയ്ക്കകത്ത് ചോക്ലേറ്റ് ഒഴിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾ ഡയറി മിൽക്കൊക്കെ പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടുമ്പോൾ നട്ട്സും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ കിട്ടാറുണ്ട്. അത് ഇതുപോലെ തന്നെയാണ്. നമുക്ക് ഈ ചോക്ലേറ്റ് ഒഴിക്കുന്ന ആ ഒരു ട്രെയിൽ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ യമ്മി ചോക്ലേറ്റ് ഇവിടെ റെഡിയാണ്. ഇത് കാണാനും നല്ല ഭംഗിയാണ്, ഇതുപോലെ ഭംഗിയുള്ള അച്ചിലുണ്ടാക്കുമ്പോൾ. ഇനിയിപ്പോൾ നമുക്കൊരു സ്റ്റീൽ പാത്രത്തിലാണെങ്കിൽ ഇത് ഒഴിച്ച് വെച്ച് നമുക്ക് മുറിച്ചെടുക്കാം. ഡയറി മിൽക്കൊക്കെ മുറിച്ചെടുക്കുന്ന പോലെ മുറിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇത്ര എളുപ്പമല്ല നമ്മുടെ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട്. ഇതിനും വിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല, അത്രയും ടേസ്റ്റുമാണ് ഉണ്ടാക്കി കഴിക്കാനായിട്ട്. ഞാൻ എന്തായാലും നട്ട്സ് ഞാൻ അന്നേരം ഇട്ടില്ല, പക്ഷെ ഞാൻ ഇതിൻ്റെ പുറത്ത് ഇച്ചിരി നട്ട്സൊക്കെ ഇടുന്നുണ്ട്. അതൊരു ഭംഗിക്കാണ്. ഇത് ശരിക്കും അതിനകത്താണ് ഇടേണ്ടിയിരുന്നത്, അന്നേരം ഞാൻ ഇടാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചോക്ലേറ്റ് നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. നമുക്ക് ഇപ്പം തന്നെയാണെങ്കിൽ പെട്ടെന്നൊന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു സൂപ്പർ ചോക്ലേറ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇനി പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്ത നല്ലൊരു അടിപൊളി ചോക്ലേറ്റ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.